ലൈംഗികാതിക്രമ കേസിന് പിന്നാലെ പ്രജ്വൽ രേവണ്ണയുടെ രാഷ്ട്രീയ ഭാവി തുലാസിലാണ്. ആരാകും JDSന്റെ ഭാവി നേതാവെന്ന പോര് നേരത്തെ കുടുംബത്തിൽ ശക്തമായിരുന്നു. പക്ഷേ പ്രജ്വലിന് ഇനി ആ പദവിക്ക് അവകാശവാദം ഉന്നയിക്കാനാകില്ല. നിഖിലിനെ നേതൃപദവിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ പാടുപെടുന്ന കുമാരസ്വാമിക്ക് ഇനി കാര്യങ്ങൾ എളുപ്പം. കർഷക നേതാവായി തുടങ്ങി ജനതാ പാർട്ടിയിലൂടെ വളർന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി വരെ എത്തിയ ഏക ദക്ഷിണേന്ത്യക്കാരനാണ് HD ദേവഗൌഡ. ദേവഗൌഡ എന്ന കുശാഗ്രബുദ്ധിയായ രാഷ്ട്രീയക്കാരന്റെ നാട്ടുരാജ്യമാണ് കർണാടകയിലെ ഹാസൻ. ഇവിടെ കിരീടം വയ്ക്കാത്ത രാജകുമാരനായിരുന്നു പ്രജ്വൽ രേവണ്ണ. ദേവഗൌഡ പടുത്തുയർത്തിയ രാഷ്ട്രീയ സാമ്രാജ്യം ആര് മുന്നോട്ട് കൊണ്ടുപോകുമെന്നതിലെ പോരിൽ കുടുംബം എന്നും രണ്ട് ചേരിയിലായിരുന്നു. മികച്ച വിദ്യാഭ്യാസം നേടി മുഖ്യമന്ത്രി വരെയായ അനുജൻ കുമാരസ്വാമിയോട് എതിരിട്ട് നിൽക്കാൻ MLA ആയിരുന്നെങ്കിലും രേവണ്ണ മെനക്കെട്ടിരുന്നില്ല. എന്നാൽ രേവണ്ണയുടെ ഭാര്യ ഭവാനി വിട്ടുകൊടുക്കാൻ ഒരുക്കമായിരുന്നില്ല. കുടുംബത്തിന്റെ രാഷ്ട്രീയ സ്വത്തിൽ മകൻ പ്രജ്വലിനും തനിക്കും തുല്യസ്ഥാനം വേണമെന്ന് ഭവാനി എന്നും നിർബന്ധം പിടിച്ചു. എന്നിട്ടും കുമാരസ്വാമിയുടെ ഭാര്യയ്ക്ക് രാമനഗരിയിൽ മത്സരിക്കാനും MLA ആകാനും അവസരം കിട്ടിയതുപോലെ ഭവാനിക്ക് പരിഗണന കിട്ടിയില്ല. കുമാരസ്വാമിയുടെ മകൻ നിഖിൽ മത്സരിച്ച എല്ലാ തെരഞ്ഞെടുപ്പുകളിലും തോറ്റത് രേവണ്ണയുടെ കുടുംബത്തിന് ഒരായുധമായിരുന്നു. 2018 ഹുൻസൂർ സീറ്റ് നിഷേധിക്കപ്പെട്ടപ്പോൾ പ്രജ്വലും അമ്മ ഭവാനിയും നേരെ ചെന്ന് പരാതി പറഞ്ഞത് ദേവഗൌഡയുടെ മുന്നിലാണ്. പേരക്കുട്ടിക്കായി തന്റെ സ്വന്തം സീറ്റായ ഹാസൻ തൊട്ടടുത്ത വർഷം ഗൌഡ ഒഴിഞ്ഞുകൊടുത്തു. പേരമകനെ ജയിപ്പിക്കണമെന്ന് പിൻഗാമികളോട് കണ്ണീരോടെ പറഞ്ഞു. അന്ന് ജയിച്ചെങ്കിലും 5 വർഷം കാർഷിക മേഖലയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യാതിരുന്ന പ്രജ്വലിന് വീണ്ടും ജയസാധ്യത കുറവായിരുന്നു. എന്നിട്ടും ഗൌഡ പ്രജ്വലിനെ തന്നെ മത്സരിപ്പിക്കാൻ നിർബന്ധം പിടിച്ചു. ഇന്ന് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ലൈംഗികാതിക്രമങ്ങളുടെ വലിയൊരു അധ്യായത്തിന്റെ നടുവിൽ നിൽക്കുന്ന പ്രജ്വലിന്റെ രാഷ്ട്രീയ ഭാവി ചോദ്യചിഹ്നമാണ്. പാർട്ടിയുടെ നിയന്ത്രണം ഉടൻ കുമാരസ്വാമിയുടെ കൈകളിലേക്കെത്തും. HD രേവണ്ണയ്ക്കുമെതിരായ പരാതികളും കുമാരസ്വാമിക്ക് കരുത്തേകും. രേവണ്ണ കുടുംബത്തെ നൈസായി കുമാരസ്വാമി കൈയൊഴിഞ്ഞു. പരസ്യമായി രേവണ്ണയെ തള്ളിപ്പറഞ്ഞു. ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കട്ടെ എന്നതാണ് നിലപാട്. തെരഞ്ഞെടുപ്പ് ഫലം ഗൌഡ കുടുംബാധിപത്യത്തിന്റെ രാഷ്ട്രീയ കരുത്തിന്റെ നിലനിൽപ്പിന്റെ നിർണായക പോരാട്ടം കൂടിയാണ്. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.